എന്റെ ഉപ്പാന്റെ ഫാമിലിയില് ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അപ്പൊ അതില് മൂത്ത ആള് ഞാനാണ് ട്ടാ. ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടി കുറേയായി പ്ലാൻ ചെയ്യണം. പ്ലാനിങ് മാത്രമേ നടക്കണ്ടായിരുന്നുള്ളൂ. ഇന്ന് ദേ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാരും കൂടി വരുവാണെന്ന്. എല്ലാരും വരുമ്പോ ഭയങ്കര സന്തോഷാണ്. പക്ഷെ അൺപ്ലാൻഡ് ആയിട്ട് എന്റെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാല് എന്താ അറിയില്ല ഭയങ്കര വെപ്രാളമായിരിക്കും ട്ടോ എനിക്ക്. മാക്സിമം 5 പേരിൽ കൂടുതൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് സത്യം പറഞ്ഞാ എനിക്കൊരു അളവ് പോലും കിട്ടാറില്ല. ആദ്യമൊക്കെ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഉമ്മാക്ക് സ്വസ്ഥത കൊടുക്കൂല. "ഉമ്മ ഇത്ര കറി ഉണ്ടാക്കുമ്പോ എന്തോരം സവാള വേണം? എന്തോരം ഉള്ളി വേണം?" ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരുന്നിട്ടാണ് ഓരോന്ന് ഉണ്ടാക്കിയിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കലാണ്. ഇതിന് മുന്നത്തെ ഒരു ദിവസം എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു എന്റെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റായിരുന്നു. പക്ഷെ എന്റെ അനിയത്തിന്റെ വീട്ടില് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായപ്പോ അതങ്ങനെ ക്യാൻസൽ ആയിപ്പോയി. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറികള് വീട്ടിലുണ്ടാക്കാം. പിന്നെ നാസ്തയൊക്കെ വാങ്ങിക്കാന്ന് ഓർത്ത്. ഇതൊക്കെ എന്റെ അമ്മായിമാരാണ് ട്ടോ. എന്റെ അമ്മായിമാര് ശരിക്കും പറഞ്ഞാ മാഷാ അള്ളാ സന്തൂർ മമ്മിമാരാണ്. ഇതിലൊരാൾക്ക് മക്കളും മരുമക്കളും പേരക്കുട്ടി വരെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയണം ട്ടോ. ഭയങ്കര ടേസ്റ്റാണ് എന്റെ അമ്മായിമാരുണ്ടാക്കണ ഫുഡൊക്കെ. നമ്മള് രുചി കൊണ്ടുണ്ടല്ലോ കൈ വരെ കടിച്ചു പോവും. അമ്മാതിരി ടേസ്റ്റൊക്കെയാണ് ഫുഡിന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയണത് ബീഫ് കറി ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ചെയ്ത്, പിന്നെ നാസ്ത ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൂന്ന് പറഞ്ഞില്ലേ. പത്തിരി, പൊറോട്ട, പിന്നെ എൻ്റെ അനിയത്തി നെയ്ച്ചോറും വെച്ച്. അവള് അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂട്ടോ. അത് ഇച്ചിരി ബിരിയാണി ഒന്നുമല്ല വലിയ കാട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും അവള്. അങ്ങനെ അവളുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് അങ്ങനെ എല്ലാം ആയി. എനിക്കിങ്ങനെ ടേബിൾ എപ്പളും നിറഞ്ഞിരിക്കണ വലിയ ഇഷ്ടാണ്. അപ്പൊ ഇന്ന് പേപ്പർ പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് നമ്മള് 4 പേരുള്ള ഒരു കുഞ്ഞി കുടുംബാണല്ലോ. പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുമ്പോ ഇത്രയും പ്ലേറ്റ് ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് പിന്നെ പാത്രം കഴുകണ മടി മെയിനായിട്ട് അതാണ്. മക്കളെല്ലാരും ടിവിയൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവര് താഴെ ഇരുന്ന് ഹോളിൽ കഴിച്ച്, ബാക്കി ഞങ്ങളെല്ലാരും ഇവിടെ ടേബിളിൽ ഇരുന്നിട്ടാ. പക്ഷെ അടിപൊളിയാണ് ട്ടോ. ഒരു പെരുന്നാരാവ് അല്ലെങ്കിൽ ഒരു ആവശ്യ വീടൊക്കെ പോലെ ഇരുന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ് വീട് നിറച്ചും ആൾക്കാരുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ എപ്പളും എല്ലാരും ഉണ്ടാവാറുണ്ടെന്ന്. ഈ ഒരു അമ്മായിനെ ഞങ്ങളെല്ലാരും കൂടുമ്പോ കാണല് ഇച്ചിരി കുറവാണ് ട്ടോ. കാരണം പുറത്തായോണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ കിട്ടലുള്ളൂ. ഞാൻ എൻ്റെ അമ്മായിമാരെയൊക്കെ അമ്മായിന്നല്ലാട്ടോ വിളിക്കണെ. സെബു ആന്റി, റാബി ആന്റി, വേറൊരു അമ്മായിനെ ഒണു. എൻ്റെ ഉപ്പാക്ക് 4 പെങ്ങന്മാരാണ്. അതില് മൂത്ത ആള് ഞങ്ങള് ഉമ്മീന്നാ വിളിക്കണെ. ഉമ്മി ഇപ്പൊ ഇല്ല. പക്ഷെ ഉമ്മിയായിരുന്നിട്ട് ഞങ്ങളെ ഉപ്പാന്റെ കുടുംബത്തെ മെയിൻ ആള് ഉമ്മിയായിരുന്നു. അങ്ങനെ കുറേ നാളെത്തിയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് കൂടി, എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിരുന്നു ട്ടോ. എനിക്കിഷ്ടല്ലാത്തൊരു കാര്യമാണ് ഈ പോണ സമയമാകുമ്പോ ഉള്ളത്. കാരണം ഞങ്ങള് മാത്രമുള്ള ലോകത്തേക്ക് എല്ലാരും കൂടി വരും. പെട്ടെന്ന് പിന്നെ ഞങ്ങളെ ഒറ്റക്കാക്കി പോകുമ്പോ ഭയങ്കര സങ്കടമാണ് എനിക്ക്.